പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി. We don't talk anymore. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോട്ടയാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ കാസർഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടകളുടെ നാടാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ബേക്കൽ കോട്ടയായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ബേക്കൽ കോട്ടയിലേക്കല്ല പോകുന്നത്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ചന്ദ്രഗിരി കോട്ടയാണ്. നിങ്ങളെല്ലാവരും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യും. ചിലപ്പോൾ മൂന്നാറായിരിക്കും, അതുപോലെ ലഡാക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് എന്തിനാ? നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആരും അറിയപ്പെടാതെ എന്നാൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ നിങ്ങളൊന്ന് പോയി എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ ചന്ദ്രഗിരി കോട്ട. അപ്പോൾ ഈ ചന്ദ്രഗിരി കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു കോട്ട ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രഗിരി പുഴയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ചന്ദ്രഗിരി പുഴയും പിന്നെ അപ്പുറത്ത് കടലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ട് കയറി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വേണം വരാൻ. പിന്നെ അങ്ങ് താഴെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഏരിയ ഉണ്ട്. പാർക്കിങ്ങിനൊക്കെ വണ്ടി വെച്ചിട്ട് അവിടെ നമുക്ക് പതിയെ ഇങ്ങോട്ട് കയറി വരാം. ഇങ്ങ് കയറി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ എൻട്രൻസ് കിട്ടും. പിന്നെ ഇവിടെ ടിക്കറ്റ് ചാർജോ അങ്ങനൊന്നുമില്ല കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് കയറി വരാം. പിന്നെ ഇപ്പുറത്തൂടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ അത് അടച്ചിട്ടേക്കാം. ഞങ്ങൾ ഇതുവഴിയാണ് കയറി വന്നത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ ചന്ദ്രഗിരി കോട്ട. അതായത് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് സംഭവങ്ങളെല്ലാം ഉള്ളതും തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുവഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ നമ്മളിതാ ചന്ദ്രഗിരി കോട്ടയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകട്ടോ. അതായത് ഇത് ഒരു 17th സെഞ്ച്വറിയിൽ പണിതാണ് എന്നാണ് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 അടി അതായത് ഉയരം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ കോട്ടയ്ക്ക് ഏകദേശം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പുരാവസ്തു ഗവേഷണത്തിൻ്റെ അണ്ടറിലാണ് സംഭവം ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആർക്കും അധികം അറിയാത്ത ഒരു സ്ഥലവും കൂടെയാണ് ഈ ചന്ദ്രഗിരി കോട്ട. നമ്മുടെ നാട്ടിൽ അതായത് കാസർഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടകളുടെ ഒരു നാടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ബേക്കൽ കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി പുഴയും അപ്പുറത്ത് കടലുമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബേക്കൽ കോട്ടയും. ബേക്കൽ കോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചന്ദ്രഗിരി പുഴയും അതിൻ്റെ ആ വ്യൂവും കാണാം. ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനും അതേപോലെയുള്ള വ്യൂ ഒക്കെ നല്ല പാങ്ങിന് കാണാം. അതായത് ഇതിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇരുന്ന് കുറേ നേരം റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പുഴയിലേക്കൊക്കെ നോക്കിയിരിക്കാം. പിന്നെ ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ, വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത പുഞ്ചിരി നീന്നൊരാ പ്രതീക്ഷയിൽ
എരിഞ്ഞ പൊൻതിരി എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ. നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയാൻ കാത്തുനിന്നു മിഴി നിറയേ. അങ്ങനെ ഞാനും ഉജിത്ത് എന്താ വന്ന് ഇപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് വന്നത്. അത് ഈ ചന്ദ്രഗിരി കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ ആണ്. ഫ്രണ്ടിൽ ഫുള്ള് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കേരളത്തിൽ യു ആകൃതിയിൽ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ്. അതെന്നറിയോ? അതാണ് ചന്ദ്രഗിരി പുഴ. എങ്ങനെയുണ്ട്? അത് മണൽ വരുന്നേ നല്ല രസമുണ്ട് അല്ലേടാ? നല്ല പാങ്ങുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഏരിയ അല്ലേ? നല്ല ഏരിയ തന്നെ ഷൂട്ടിങ്ങിന് പറ്റിയ. പിന്നെ ഇതുവഴി കയറി വരുന്നത് ഇതുവഴി കേട്ടോ. ഇങ്ങനെ കയറി വരാം. ഞങ്ങൾ ഇങ്ങനെ മണ്ടക്കൂടെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയതാണ് കേട്ടോ. കുഴി കണ്ടോ? അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടെങ്കിലും കയറില്ല കേട്ടോ. ഞാൻ ഇത്ര വ്യൂ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇരിക്കാനൊരു സൗകര്യമുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്താൽ മതി കേട്ടോ. അതായത് പൈസ മുടക്കില്ലാതെ വന്നിട്ട് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. അതാണ് സംഭവം. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരണമെങ്കിൽ കാഞ്ഞങ്ങാട് വരിക. കാഞ്ഞങ്ങാട് നിന്ന് നേരെ മേൽപ്പറമ്പ് പിടിക്കുക, കാസർഗോഡ് റൂട്ടിൽ. അതിനുശേഷം മേൽപ്പറമ്പിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതായത് ചന്ദ്രഗിരി ഫോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൊക്കെ റിലാക്സ് ചെയ്ത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതെന്നെ ഇങ്ങനെ ആലോചിക്കുന്നത് നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും അതേപോലെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ്. എല്ലാവർക്കും അറിയാം ബേക്കൽ കോട്ടയും പിന്നെ ബേക്കൽ കോട്ടയുടെ വ്യൂ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ എന്നാൽ ആരും അറിയാത്തൊരു സ്ഥലമാണ് ചന്ദ്രഗിരി കോട്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഞാനും ഉജിത്തൂടെ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ബാക്കിലാണ് ചന്ദ്രഗിരി പുഴയും കടലും ഉള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയാം കേട്ടോ. നോക്കി കഴിഞ്ഞാൽ അങ്ങ് കാണാടാ. അല്ലടാ നല്ല കാറ്റുണ്ട് ഇതിൻ്റെ അകത്തൂടെ. നല്ല കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ്. പാമ്പോട്ടുണ്ടോക്കണം? ഇല്ല, നല്ല തണുപ്പടാ ഇതിനകത്ത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ശത്രുക്കൾ വരുമ്പോഴത്തേന് അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ തോളകളും വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കോട്ടകളും. ബേക്കൽ കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കൽ കോട്ടയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാം ഇതെന്തിനാണ് എന്ന്. അപ്പോൾ എല്ലാ കോട്ടകളും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ സംഭവം. ഇതിങ്ങനെ ഒരു ചരിച്ച പണിത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഒരു ചരിച്ച രീതിയിൽ. നല്ല പഴക്കമുള്ള ഒരു കോട്ടയാണ് ഈ ചന്ദ്രഗിരി കോട്ട. അപ്പോൾ അതിനകത്ത് ഈ പണിത് വെച്ചേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുരാവസ്തു അവരുടെ ടീം കുറച്ച് സെറ്റാക്കിയതാണ് ഈ സംഭവം. ഈ രണ്ടാമത് ഈ പണിത് വെച്ചേക്കുന്നത്. പക്ഷേ ഇപ്പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മതിലൊക്കെ ആണെങ്കിൽ നല്ല പഴക്കമുള്ള കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ നാടിനെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ 2 പേര് പറയായിരുന്നു. ഈ നാടിനെ തുളുനാടും അങ്ങനെ എന്തോ പേര് പറയുന്നുണ്ടായിരുന്നു, അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തിന്, അതായത് ഈ സ്ഥലത്തിന് പേരറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ഇട്ടോട്ടോ. അതായത് 2 പേര് പറയുന്നത് വെച്ചാൽ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ സോഷ്യൽ സയൻസിന് വളരെ പിന്നിലായതുകൊണ്ട് ആ സംഭവത്തിൽ എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന്
ഇതെല്ലാം കാട് പിടിച്ചോട്ടെ. ശരിക്കും ഇതൊക്കെ വൃത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം ആൾക്കാരൊക്കെ പതിയെ പതിയെ വന്നു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുവാണെന്നുണ്ടെങ്കിൽ, അധികൃതരൊക്കെ കാണുവാണെങ്കിൽ ഇതൊക്കെ ക്ലീൻ ആക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ സെറ്റായി പോയേനെ. കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മിണ്ടാനൊക്കെ പറ്റി കഴിഞ്ഞാൽ വളരെ കൂളാണ്. അതായത് കുറേ നേരം സംസാരിച്ച് കാര്യം പറയാൻ പറ്റും. ഇത് അന്യ കൊളയാണല്ലോ. എനിക്ക് തോന്നുന്നേ ഇതേതോ ലവേഴ്സ് കോർണർ ആണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഇതുണ്ടോ, ലവ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് നമുക്കുള്ള പരിപാടിയാണ്. അതായത് ഈ ലവേഴ്സിൻ്റെ പേരൊക്കെ ഭിത്തിയിലൊക്കെ എഴുതി വെക്കുക. അവിടെ ടി ലവ് എ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കത്തില്ല. അതുപോലെ ഇപ്പോൾ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ ലവേഴ്സ് എല്ലാവരും വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സ്ഥലങ്ങളിലേക്കൊന്നും പോവാത്ത ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ചന്ദ്രഗിരി ഫോർട്ടിലേക്ക് വരും, 100% ഉറപ്പാണ്. പിന്നെ അവർക്ക് കൊടുക്കണമെങ്കിൽ ഇതാ ഇവിടെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അത് ആ പൂവിന് എൻ്റെ പേര് പറയുന്നടാ. അങ്ങനെ ഈ ഇവിടുത്തെ ലവേഴ്സ് കോർണർ കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് കയറാം കേട്ടോ. കയറാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കംപ്ലീറ്റ് ലവേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഇരുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏരിയ കേട്ടോ. കൊള്ളാം. അതായത് ചന്ദ്രഗിരി ഫോർട്ടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നടന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പോട്ട് കിട്ടും. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരം ചങ്ങായിമാരൊക്കെ ഒത്ത് കാര്യമൊക്കെ പറയാൻ പറ്റും. പിന്നെ കുറേ നേരം ആസ്വദിച്ച് ഈ പുഴകളിലേക്ക് നോക്കിയിരിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഗുമ്മൊരു പ്ലേസാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഉറപ്പായി ഈ സ്ഥലം കാണുമ്പോഴത്തേന്, അതായത് ഈ കോട്ട കാണുമ്പോഴത്തേനല്ല, ഈ ലവേഴ്സ് കോർണറിൻ്റെ ഈ സംഭവം കാണുമ്പോഴത്തേനും, ഇത് ലവേഴ്സ് കോർണർന്ന് ഞാനങ്ങ് പറഞ്ഞത് കേട്ടോ. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ മതി, കംപ്ലീറ്റ് എഴുതി ഒന്ന് കാണിച്ചു കൊടുത്തടാ, കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വേറെ സംഭവം. ഇപ്പം ഇതിന് മാത്രം ലവേഴ്സ് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാനും എഴുതി വെക്കും. ഇത് നീ എഴുതി വെക്കുന്ന ഇങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ എഴുതി വെക്കേണ്ടി വരും കേട്ടോ. ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ട്രിപ്പ് ടീംസ് ഉണ്ടല്ലോ ഇവിടെ വന്ന് എഴുതി വെച്ചേക്കുന്നത്. ഹിന്ദി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. വേറെ കുറച്ച് ടീംസൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടുണ്ട്. അവരിപ്പോൾ അതുവഴിയാണോ ഇതുവഴിയാണോ വരുന്നത് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതുവഴി അങ്ങോട്ട് പോകാം. നമ്മൾ അപ്പോൾ ഇവിടുത്തെ ഇവരുടെ ലവേഴ്സ് കോർണറിൻ്റെ ഒരു സംഭവത്തിൽ നമ്മൾ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇത് ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം നടന്ന സ്ഥലമായിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുപാട് സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് നടന്ന ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ ബേക്കൽ കോട്ട ഉണ്ടാക്കിയതിൻ്റെ കഥകളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബേക്കൽ കോട്ടയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ചന്ദ്രഗിരി കോട്ട. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും. കാരണം ചരിത്രത്തിലേക്ക് നമ്മൾ ഇടം പിടിക്കുന്നില്ല. പക്ഷേ ഇവിടെ മുഴുവൻ കാട് കയറി. പക്ഷേ എൻ്റെ മുന്നിൽ ഒരുത്തൻ പോയിട്ടുണ്ടായിരുന്നു, അവനെ കാണാനല്ലോ. ഇതേ ദൈവം, ഇത് അവിടെ എന്ത് പരിപാടി? നെല്ലിക്കയാ? കോമഡി. ഞാൻ ക്യാമറമാൻ മരത്തിൽ കയറി, ഞാനും കയറട്ടെ. നെല്ലിക്കയാ? എടാ എനിക്കൂടെ താടാ, ഞാനും കയറും. കമ്പാ? നീ കയ്യിൽ പറിക്കടാ. നെല്ലിക്കയാ? ഞാനും കയറുവാ. എന്നോടാ കയറാനൊക്കെ അറിയാം. ഒന്നും കേട്ടി വീഴത്തില്ല. യെസ്. ആഹാ, ചന്ദ്രഗിരിക്കോട്ടെ കയറി നെല്ലിക്ക ഞാനും പറിച്ചിരുന്നൂടാ. എൻ്റെ അമ്മ. യെസ്. പറിച്ചൊന്നുമില്ല, ഞാനാദ്യം ഒന്ന് കയറിയതേ ഉള്ളൂ. ഇതുണ്ടോ ക്യാമറ വീഡിയോ എടുക്കാൻ പോയതവനാ, പിന്നെ കാണാനില്ല. ഞാൻ നോക്കുന്നത് മരത്തിൽ കയറിയിട്ട് നെല്ലിക്ക പറിക്കുന്നത്. നമ്മളോടെ കളി. ഞാനും കയറി. എനിക്ക് വേടാ. യെസ്. ഇവിടെ വന്നിട്ട് വെറും കൈയോടെ പോകാൻ പാടില്ലല്ലോ. വീടില്ലേ എടാ? അനക്കാനോ ഞാൻ വീഴും. പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിനക്ക് എക്സ്പീരിയൻസ് ഉള്ള. അയ്യോ വിടി വിടി, ആ വിടി. ഓക്കെ കിട്ടിയാ?
ആണ്ട്രാ താഴെ കിടക്കുന്നത് കൂടോ വീഴുവോ അല്ല വീഴുവോ ആ വെള്ളം മേടിച്ചായിരുന്നെങ്കിൽ ഇപ്പം നെല്ലിക്ക തിന്നായിരുന്നെങ്കിൽ നല്ല മധുരമായി ഞാൻ ഇറങ്ങുവാ ക്യാമറമാൻ ഉജിത്തിനോടൊപ്പം ഇറങ്ങുവാനേ ഇറങ്ങും ആ ഓക്കെ കഴിഞ്ഞാ ഇത്രയും കിട്ടിയിട്ടുണ്ട് നിനക്ക് ഈ നെല്ലിക്ക എന്തിനാണ് ഇത്രയും കണ്ടില്ലേ ചന്ദ്രഗിരി ഫോർട്ടിൽ വന്നിട്ട് നമ്മളങ്ങനെ വെറുതെ പോകുന്ന നോക്കണ്ട ഇവിടെ നെല്ലിക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെറുതെ പോയി കിടക്കുകയാണ് അപ്പോൾ ഉജിത്ത് ചാടി കയറി കൂട്ടത്തിൽ ഞാനും ചാടി കയറി പിന്നെ ഇവിടെ കുറച്ച് കമ്പൊക്കെ ഒടിച്ചിട്ടുണ്ട് അത് നമ്മളൊന്നും അല്ല കേട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കയറി നശിപ്പിച്ച് നാറാണക്കല്ലാക്കരുത് ഇത് നേരത്തെ ഒടിഞ്ഞിരുന്ന സംഭവം നമ്മൾ കയറിയിട്ട് സാധനം പറിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ കാര്യം അല്ലെങ്കിൽ ഇത് അവസാനം വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയും ഇത് നമ്മൾ ഓടിച്ച് വെച്ചാന്ന് ആരും പറയരുത് നമ്മൾ ജസ്റ്റ് നെല്ലിക്ക മാത്രമേ പറിച്ചുള്ളൂ അത് വളരെ നാച്ചുറലായിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ എന്താണ് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ കയറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ആരും ഞങ്ങളാണ് ഒടിച്ചു വെച്ചേക്കരുതെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടില്ലേ ചന്ദ്രഗിരി കോട്ട നിങ്ങൾക്ക് ചന്ദ്രഗിരി കോട്ടയും ഈ വ്യൂവും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിൽ അടുത്തടുത്തുള്ള ആരും അറിയപ്പെടാതെ എന്നാൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആദ്യം കണ്ടുപിടിക്കുക ഓക്കെ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോവുക ഫ്രണ്ട്സിനോടൊപ്പം ഫാമിലിക്കൊപ്പം അതേപോലെ തന്നെ ലവേഴ്സിനോടൊപ്പം ഒക്കെ പോയി നിങ്ങളങ്ങ് എൻജോയ് ചെയ്യുക സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ ക്യാമറയ്ക്ക് ബാക്കിൽ ഉജിത്തുണ്ട് ഞങ്ങൾ 2 പേരും അങ്ങ് സൈനിങ് ഔട്ട് പറയാണ് കേട്ടോ സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ